സമയം ആർക്കും തീരെയില്ല. വളരെ പെട്ടെന്ന് തന്നെ സ്ക്രോൾ ചെയ്തു പോകാനായിട്ടുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു അനുഭവം ഞാൻ പറയാം. ഒരു ഉമ്മയും ഒരു വാപ്പയും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വലിയ ഒരു സമ്പത്ത് ഒരു മകൻ കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ എൻ്റെ നേരിൽ കണ്ടു. എന്താണെന്ന് വെച്ചാൽ, ദുനിയാവിൽ ജീവിക്കുന്നത് ആഖിറത്തിലേക്കുള്ള എന്തെങ്കിലും മുതൽക്കൂട്ട് നേടിയെടുക്കാനാണ്. 4 വർഷം മുന്നേ മരണപ്പെട്ട ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ഇന്നൊരു മകൻ വന്നു. വിദേശത്താണ് ജോലി. വലിയ ബിസിനസ്സുകാരനാണ്. കാരണവന്മാരുടെ മുമ്പിൽ മാലയും മുടിയും നീട്ടി വളർത്തിയ ആൾ, ഒരു ഫ്രീക്കൻ പയ്യൻ, ഉമ്മയുടെ ചാരത്ത് വന്ന് യാസീൻ ഓതുന്ന ഒരു രംഗം കണ്ടു നിന്നപ്പോൾ അൽഹംദുലില്ലാ മനസ്സിൽ വലിയൊരു സന്തോഷം തോന്നി. യാസീൻ നല്ല സ്ഫുടമായി ഓതുന്നുണ്ട്. കഴുത്തിലുള്ള മാലയോ അല്ലെങ്കിൽ നീട്ടി വളർത്തിയ മുടിയോ യാസീൻ ഓതുന്നതിൻ്റെ പരിമിതികൾക്ക് ഒരിക്കലും തടസ്സമാകുന്നില്ല. അത്രമാത്രം സ്ഫുടമായി യാസീൻ ഓതുന്നു. ആ ഉമ്മയും വാപ്പയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് അതിനെ മനസ്സിലാക്കപ്പെടുകയാണ്. നമ്മളും ഒന്ന് ചിന്തിക്കണം, വിചിന്തനം നടത്തണം. നമ്മുടെ മക്കൾ മരണപ്പെട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് നല്ല രൂപത്തിലൊരു യാസീനെങ്കിലും ഓതാൻ കഴിയുന്നവരാണോ? നമ്മൾ ചിന്തിക്കണം.